ഈ ക്ഷേത്രം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന് സമീപമുള്ള എല്ലോറ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഒരു കൈലാസ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം രാഷ്ട്രകൂട രാജാക്കന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു. അതിൽ കൃഷ്ണ ഒന്നാമന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. 1200 വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു കൂറ്റൻ ശിവക്ഷേത്രമാണിത്. ഈ കാണുന്ന കൈലാസ ക്ഷേത്രം പുരാതന ലോകാത്ഭുതങ്ങളിലെ 8ാമത്തെ ലോകാത്ഭുതം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഈ ക്ഷേത്രം തറയിൽ നിന്ന് മുകളിലേക്ക് നിർമ്മിച്ചിരിക്കുന്നതല്ല, മുകളിൽ നിന്ന് തുരന്ന് താഴേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതി കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത നിർമ്മിതി, മോണോത്തിലിക് സ്ട്രക്ചർ എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്ത്യൻ റോക്ക് കട്ട് ആർക്കിടെക്ചറിന്റെ അവസാന വാക്ക് എന്നും ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ മല തുരന്ന് എടുത്തത് 90 ലക്ഷം ടണ്ണിലേറെ പാറയാണ് ഈ മല തുറന്നെടുത്ത് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. ഇത്രയും കല്ലുണ്ടെങ്കിൽ ഈജിപ്തിലെ പിരമിഡ് നിർമ്മിച്ചതിൽ കൂടുതൽ കല്ലാണ് ഇത് തുരന്നെടുത്തത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകതയും അവരെ അത്ഭുതപ്പെടുത്തുന്നതും ഈ തുരന്നെടുത്ത കല്ലിന്റെ അവശിഷ്ടങ്ങൾ ഈ നിർമ്മാണത്തിന്റെ, ഈ ശിവക്ഷേത്രത്തിന്റെ 200 കിലോമീറ്റർ ചുറ്റളവിൽ പുരാവസ്തു ഗവേഷകർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ്. മുഗൾ രാജാവായ ഔറംഗസീബിന്റെ ഭരണകാലഘട്ടത്തിൽ ഈ ക്ഷേത്രം തകർക്കാൻ പടയാളികളെ ഇങ്ങോട്ട് അയച്ചു എന്നും അവർക്ക് ഈ ക്ഷേത്രത്തെ കാര്യമായി തകർക്കാൻ കഴിഞ്ഞില്ല എന്നും ചരിത്രം രേഖപ്പെടുത്തും. നിഗൂഢതകളും അത്ഭുതങ്ങളും രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ കൈലാസ ക്ഷേത്രം ഈ നൂറ്റാണ്ടിലും ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കിയവരുടെ ഭാവനാ സൃഷ്ടി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. വെറുതെ കല്ല് വെട്ടി ഉണ്ടാക്കിയെടുത്തതല്ല. ആധുനിക കാലഘട്ടത്തിലെ നിർമ്മിതികളെ പോലെ ചിട്ടയായ കണക്കും പ്ലാനും ഉണ്ടായിരുന്നു എന്ന് ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ കാലഘട്ടത്തിൽ ഇതുപോലെ പാറ തുരന്ന് ഇതുപോലൊരു ക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ എത്രയോ മനുഷ്യരുടെ, എത്രയോ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരിക്കും. നമുക്ക് ഈ എല്ലോറ കേവ്സ് കാണാൻ കേരളത്തിൽ നിന്ന് വരാം എന്നൊന്ന് നോക്കാം. നമ്മൾ ട്രെയിനിലാണെങ്കിൽ പൂനെയിൽ വന്നിറങ്ങുന്ന, അവിടെ നിന്ന് ഔറംഗാബാദിലേക്ക് മറ്റൊരു ട്രെയിനിൽ പോകണം. അവിടെ ഔറംഗാബാദില് ഔറംഗസീബിന്റെ ഭാര്യയുടെ റാണി കി മക്ബ എന്ന ഒരു ശവകുടീരമുണ്ട്. ഒരു ചെറിയൊരു താജ്മഹലിന്റെ പതിപ്പാണ്. അതും കണ്ട് അവിടുത്തെ അടുത്തുള്ള ബസ് സ്റ്റേഷനിൽ നിന്ന് എല്ലോറയിലേക്ക് ധാരാളം ബസ് കിട്ടും. അങ്ങനെ നമുക്ക് ഈ എല്ലോറ കേവ്സ് കാണാം. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും എത്തണം, ഇതൊന്ന് കാണണം. ഈ ഇന്ത്യൻ ക്ലാസിക്കൽ നിർമ്മിതി